ഞാൻ ശ്രമിച്ചു തരുന്ന അടുത്ത വീഡിയോ ആണ്. കളേഴ്സ് ആട്ടോ ഇതെല്ലാം. ഇതൊരു ഒനിയൻ പിങ്കിന്റെ ലൈറ്റ് ഷെയ്ഡാണ് മെയിൻ കളർ വന്നേക്കുന്നത്. അതിന്റെ ബോർഡറിൽ കൊടുത്തേക്കുന്നത് ആ ഒരു പിങ്കിന്റെ തന്നെ റെഡ് മിക്സ് ആയിട്ടുള്ളൊരു കളർ വരുന്നത്, മറ്റേ ടൊമാറ്റോ മിക്സ് ആയിട്ടുള്ളൊരു കളർ വരുന്നത് അതാണ് കൊടുത്തേക്കുന്നത്. എന്നാലും ഇതിനകത്ത് കാണുമ്പോൾ ചിലപ്പോൾ കുറച്ച് റെഡ് കൂടുതൽ കാണിക്കും. റെഡ് അല്ല കേട്ടോ, ഡാർക്ക് ഒരു പിങ്കിന്റെ ഒക്കെ ഒരു ഷെയ്ഡാണ്. ഇതിന്റെ ബോർഡർ ഇതാ ഇതുപോലെ വരും. ദുപ്പട്ടയും നല്ല ഗ്രാൻഡ് ലുക്ക് ആയിട്ടുള്ള ദുപ്പട്ടയാണ്. ഇതാ ഇതുപോലെ അതിന്റെ ഫുള്ളായിട്ട് ഈ പോർഷനിൽ വരുമ്പോഴത്തേനും ഡാർക്ക് കളറിൽ ഗ്ലാസ് വർക്കാണ് ചെയ്തേക്കുന്നത്. അകത്തോട്ട് ലൈറ്റ് ഷെയ്ഡിലും, അതായത് ആ ഒരു കളറിന് മാച്ചിങ് ആയിട്ടാണ് ഗ്ലാസ് വർക്ക് പോലും ചെയ്തേക്കുന്നത്. അത്രയും നോക്കിയാണ് ഇതിൻ്റെ എല്ലാം ഡീറ്റെയിലും കാര്യങ്ങളും കൊടുത്തേക്കുന്നത്. നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നില്ല. എനിക്ക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കിടക്കും. നല്ല ലെങ്തി ആയിട്ട് തന്നെ കിടക്കുന്ന ഐറ്റം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ, ഈ ഒരു ലൈറ്റ് ഷെയ്ഡാണ് ബോട്ടത്തിന് കൊടുത്തേക്കുന്നത്. ഇതിന്റെ നമ്പർ W313, റേറ്റ് 1590. ബ്ലൂവിന്റെ കോമ്പിനേഷൻ ആട്ടോ. എന്നെ രസം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ഭംഗിയുള്ളൊരു ഐറ്റം. ശരിക്കും സിൽക്കൊക്കെ ഇപ്പം ശരിക്കും കൂടിയ സിൽക്കിന്റെ അതേ രീതിയിൽ തന്നെ ഇതിൽ ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് സിൽക്ക് എടുക്കാൻ പോകുന്നവർക്ക് പോലും ഇത് വേണേൽ സെലക്ട് ചെയ്യാം കേട്ടോ. ഇതിപ്പം 1500 ഒക്കെ അല്ലേ റേഞ്ച് വരുന്നുള്ളൂ. പക്ഷേ ആ ഒരു ലുക്ക് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ആ ടസറിന്റെ ഒക്കെ തന്നെ ലുക്ക് കിട്ടും. അത് നല്ല ഒതുങ്ങിയും കിടക്കും കേട്ടോ. വാഷ് ചെയ്യാനും പറ്റും. ഭയങ്കര റഫായിട്ട് വാഷ് ചെയ്ത് ജസ്റ്റ് ഷാമ്പു വാഷ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ടാസിൽസ് ഒക്കെ ഉള്ള ഐറ്റം തന്നെയാണ് കേട്ടോ. നല്ല വെറൈറ്റി കളർ കോമ്പിനേഷൻസ് അല്ലേ. അത് ആ ഒരു ലൈറ്റും ഡാർക്കും ആയിട്ട് നല്ല കോമ്പിനേഷനിലാണ് എല്ലാം ചെയ്തേക്കുന്നത്. പിന്നെ നമ്പർ ബാക്ക് സൈഡ് അതുപോലെ തന്നെയാണ് കേട്ടോ. ഫ്രണ്ടിലും ബാക്കിലും ഒരേപോലെയാണ് ആ താഴത്തെ ബോർഡർ കൊടുത്തേക്കുന്നത്. ഇതിന്റെ നമ്പർ W310, റേറ്റ് 1590.